ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ആദ്യം കണ്ടിരുന്ന അത്ര 400 സീറ്റ് ആ ലെവലിലൊന്നും കാര്യങ്ങൾ പോണില്ലെങ്കിലും ഇപ്പോഴും എഡ്ജ് കിടക്കുന്നത് BJPക്ക് തന്നെയാണ്. അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് സ്റ്റാലിനും കൂട്ടർക്കും മറ്റേ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അവരുടെ ഇന്ത്യ അലയൻസിലെ മറ്റ് പാർട്ട്ണർമാരിൽ നിന്നൊക്കെ കിട്ടിയ ഇതിൻ്റെ വെളിച്ചത്തിൽ, ഡാറ്റയുടെ വെളിച്ചത്തിലായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബീഹാറിൽ 39 സീറ്റുണ്ട് NDAക്ക്. അതിൽ ഇപ്പോൾ ഈ എന്താ പറയുക, പൾട്ടു റാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാറാം ഗയാറാം എന്നാണ് മുമ്പ് പേരുണ്ടായിരുന്നത്. നിതീഷ് കുമാറിൻ്റെ ഈ കളി കാരണം അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളനുസരിച്ചിട്ട് JDUവിന് നല്ല പരിക്ക് പറ്റും എന്നുള്ളതാണ് തോന്നലാണ്. അതേമാതിരി തന്നെ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് നമ്മുടെ പിന്നിൽ നിന്ന് ശരത് പവാർ പിന്നിൽ നിന്ന് കുത്തിയ അജിത് പവാറിന് സീറ്റ് തന്നെ വളരെ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ BJP. മറ്റേ വശത്താണെങ്കിൽ ഉദ്ധവ് താക്കറെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള നിലക്കുള്ള ഒരു വികാരം അങ്ങനത്തെയൊക്കെ ഉണ്ടാവാം എന്ന് മാത്രമേ ഞാൻ ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതേമാതിരി തന്നെ ഈ കെജ്രിവാൾ ജയിലിൽ പോയി ഇപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലും ഉണ്ടായിട്ടുള്ള ഈ എഫക്റ്റ്, അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു ജനരോഷം കുറച്ച് തിരിഞ്ഞിട്ടുണ്ട്. ആദ്യ സമയത്തുള്ള മാതിരിയല്ല എന്നാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം കരൺ താപ്പറിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള നമ്മുടെ മറ്റുള്ള അനലിസ്റ്റുകളുണ്ടല്ലോ, രാജീവ് സാർദേശായി അങ്ങനെയുള്ളവരുടെ അവർ അനലൈസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിലല്ല. നമ്മളിവിടെ കേരളത്തിലിരുന്നുകൊണ്ട് പറയുന്നതിന് അത്ര വലിയ വിലയൊന്നും കൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കൂടി ആദ്യ സമയത്തുണ്ടായിരുന്ന ആ ഒരു 400 അഗ്ലി ബാർ 400 പാർ എന്നുള്ള ഒരു ലെവലിലോട്ട് മാറിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രശാന്ത് കിഷോർ തന്നെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരാളൊരു കാര്യപ്പെട്ട ഒരു അനലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 300-നെക്കാട്ടും ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടിയതിരിക്കും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാണത്തിനെക്കാട്ടും കുറവായിരുന്നിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് എന്നുള്ള. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രസംഗങ്ങളുടെ തന്നെ ശൈലികളൊക്കെ മാറിയിട്ടുള്ളത്. കുറച്ചും കൂടെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ആദ്യകാലത്തെ വികസന ഇതിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സംഭവം. തീർച്ചയായും നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. നമ്മൾ ഇന്ദിരാഗാന്ധിക്ക് എന്തുമാത്രം ശക്തി കണ്ടിരുന്നതാണ് 1977 ഇലക്ഷനിൽ. അവരുടെ IB റിപ്പോർട്ട് തന്നെ, ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ പറഞ്ഞിരുന്ന അവർ തൂത്തുമായിരുന്നു. അന്നേരം എന്ത് സംഭവിച്ചെന്ന് അറിയാം. അപ്പോൾ ജനവികാരം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ അത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആരുമല്ല. അത് പ്രശാന്ത് അത് നമുക്ക് എന്തായാലും ജൂൺ 4 വരെ കാത്തിരിക്കണം, അടുത്ത ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം. അതുവരെ ഊഹാപോഹങ്ങളും വിലയിരുത്തലുകളും പറ്റും.